ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. എരിവും ഇത്തിരി പുളിരസവും കുറച്ച് മധുരമൊക്കെ ആയിട്ട് ബജ്ജി ഉണ്ടാക്കാം. സാധാരണ കഴിക്കുന്ന ബജ്ജി എന്നൊക്കെ വ്യത്യാസമുള്ളൊരു ഫ്ലേവറാണ്. വേഗം ഉണ്ടാക്കാനും പറ്റും. തക്കാളി ബജ്ജിക്ക് 3 തക്കാളി എടുത്തിട്ടുണ്ട്. അധികം പുളിപ്പില്ലാത്ത ഫ്ലഷി ആയിട്ടുള്ള തക്കാളിയാണ് വേണ്ടത്. ഉറപ്പുള്ള തക്കാളി വേണം. വട്ടത്തിൽ നുറുക്കിയെടുക്കാം. കുറച്ച് വീതിയിൽ വേണം നുറുക്കാൻ. കനം കുറഞ്ഞു പോയാൽ മാവിൽ മുക്കുമ്പോൾ തക്കാളി കുഴഞ്ഞു പോകും. പിന്നെ നല്ല റൗണ്ടായിട്ട് വരില്ല. കൂടുതലായിട്ട് പഴുത്ത തക്കാളി ആയാലും ഇത്രയ്ക്ക് ഉറപ്പുണ്ടാവില്ല. എല്ലാം ഒരേ കനത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. കട്ടി ഇത്രയ്ക്കാക്കിയിട്ടാണ് നുറുക്കിയേക്കണത്. മാവിൽ മുക്കി വറക്കുമ്പോൾ ഉള്ളിൽ നിറയണ ആവിയോണ്ട് തന്നെ ഇത് വെന്ത് വരും. ഇനി മാവുണ്ടാക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ അയമോദകം. കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ചേർക്കാം. 1 ഹീറ്റ് ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പും ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം, ഒരു കളറിന് വേണ്ടി മാത്രം. പൊടികൾ ആദ്യം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് പാകത്തിന് കൺസിസ്റ്റൻസി ആക്കാം. ആദ്യം തന്നെ വെള്ളം ഒരുമിച്ച് ഒഴിച്ചാൽ ചിലപ്പോൾ വല്ലാണ്ട് ലൂസാവും മാവ്. ഇനി മല്ലിയില ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില നുറുക്കിയതെടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടെ വെള്ളം, ഇത്ര മതിയാവും. ഡീപ് ഫ്രൈ ആണ്, വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കലക്കി വെച്ച മാവിലേക്ക് തക്കാളി വട്ടത്തിൽ നുറുക്കിയതിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് മാവിലിങ്ങനെ മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്കിടാം. ആദ്യത്തെ ബജ്ജി ഇട്ടിട്ട് ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത ബജ്ജി ഇടാം. തീ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒന്ന് തിരിച്ചിടാം. എണ്ണ കുടിക്കുന്നില്ല ഒട്ടും. തക്കാളി പച്ചക്ക് തന്നെ കഴിക്കുന്നതാണല്ലോ, പ്രത്യേകിച്ച് വേവൊന്നുമില്ല. അപ്പോൾ വേഗം ആവുകയും ചെയ്യും. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് അടുത്ത സ്ട്രെച്ച് ബജ്ജി ഉണ്ടാക്കാം. തക്കാളിയിലേക്ക് ഇങ്ങനെ മാവിൻ്റെ കോട്ടിങ് നല്ലോണം ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം വറുത്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബജ്ജിയാണ്. മല്ലിയിലയുടെ ഫ്ലേവർ വേണ്ടാന്ന് വെച്ചാൽ അത് ഒഴിവാക്കാം. ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.